പാഠങ്ങളുണ്ട്. ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, ദേവകി ടീച്ചർ. ആ ടീച്ചർ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് ചോറ് മാത്രത്തിന്റെ മൂടികയിൽ പകുതി ചോറ് എനിക്ക് തരും. പക്ഷേ ടീച്ചർക്ക് ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ, ഒരു പാട്ട് ഞാൻ പാടി കൊടുക്കണം. അപ്പൊ ഞാൻ ടീച്ചറോട് പറയും, ടീച്ചറെ ചോറ് എന്നിട്ട് പാട്ട് പാടും, കാരണം അല്ലെങ്കിൽ വയറു വല്ലാതെ വിശക്കും. അന്നെന്ന് പറഞ്ഞാൽ എന്റെ ട്രൗസർ ഭയങ്കര സന്തോഷമുള്ള ട്രൗസറാണ്. മുഖത്തും സന്തോഷം, ബാക്കിലും സന്തോഷം, കീറിയിരിക്കണേ. ഈ ബാക്ക് മൊത്തം കീറിയിട്ട് നല്ല ചിരിച്ചിട്ടിരിക്കണേ. അപ്പൊ എനിക്ക് ഇവിടെയും സന്തോഷം, ബാക്കിലും സന്തോഷമാണ്. പക്ഷെ എന്നാലും ആ ടീച്ചർക്ക് ചോറ് തരുമ്പോ ടീച്ചർക്ക് പാടി കൊടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ടീച്ചറെ ഞാൻ ടിവിയിലൂടെ പറഞ്ഞിട്ട് ആ ടീച്ചറെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ പോവാൻ പോവാ. കാരണം അന്ന് ആ പാട്ടിന്റെ വരികൾ എനിക്കറിയില്ല, എന്നാലും ഉറക്കുണ്ട് ഇപ്പോഴും. ഞാൻ എത്രയും ബഹുമാന പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേ ഏറെ പീരീഷത്താൽ ചൊല്ലിയിടുന്നു വസലാം. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെ എന്തു വഴിയുണ്ട്? എന്നിഴികൾ തൂകും കാണുവാനാരുണ്ട്? എൻ കരവേദന കണ്ണീരതു കണ്ട് എങ്ങനെ ഞാൻ ഉറങ്ങും? ഉറഞ്ഞാലോ എങ്ങനെ ഉറക്കം വരും? അതുകൊണ്ടിരിക്ക് ഉടനടി ഒരു മറുപടി തന്ന് സങ്കേതം തീർത്തിടണേ. ഈടക്കീടെ എന്നെയും ഓർത്തിടണേ. ആ പാട്ട് പാടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സിനിമയിലേക്ക് ഒരു കലാകാരനല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ, നിങ്ങൾ വളർത്തി വലുതാക്കിയതിൽ എത്ര നന്ദി നിങ്ങളോട് പറയണം എന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചനുജന്റെ, ആ ചാലക്കുടിക്കാരന്റെ, ആ പഴയ ഓട്ടോ ഡ്രൈവറുടെ ഹൃദയം നിറഞ്ഞ നന്ദി എങ്ങനെ നിങ്ങളോട് അറിയിക്കണം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും മുകളിൽ ഞാൻ കണ്ടു, എല്ലാ കുഞ്ഞുങ്ങളും കണ്ടു. ഞാൻ ഒരായിരം നന്ദി അറിയിക്കുകയാണ്. എനിക്കിനി ഒരു സ്ഥലം കൂടി പോവാനുണ്ട്. ഞാനിപ്പോ ശരിക്കൊരു രാഷ്ട്രീയക്കാരനായി. ഇവിടുന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് ചീറി പാഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങളുടെ നല്ല മനസ്സ് വെച്ച് ഒരു നല്ല മനസ്സുള്ളൊരു കലാകാരൻ പറഞ്ഞെന്ന് കൂട്ടിയാൽ മതി. നിങ്ങളുടെ നല്ല വിലപ്പെട്ട വോട്ട് തന്നെയാണ്. ആ വോട്ട് സഖാവ് ജയരാജേട്ടന് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ വലിയ പരിസരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ലാൽ സലാം. പാട്ട് പാടിയില്ലേ? ഏത് പാട്ട്? ചന്ദന ചോപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ചവല് കരിമീ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി